Hi everyone, welcome back to our channel Set of Two. ഇന്ന് യൂഷ്വലി ഞാൻ ഒറ്റയ്ക്കാണ് ഉണ്ടാവാറ്, പക്ഷെ ഇന്ന് ഞാൻ എൻ്റെ കുറച്ച് ഫ്രണ്ട്സിനെ വീട്ടിലേക്ക് വലിച്ചുകൊണ്ട് വന്നേക്കാണ്. നമ്മളെല്ലാവരും നമുക്ക് ഇഷ്ടമുള്ള സീരീസിനെ പറ്റി ആണ് സംസാരിക്കാൻ പോകുന്നത്. സിൻസ് അതിനാണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടം, നിങ്ങൾ പറഞ്ഞ കുറച്ച് സീരീസിനെ പറ്റി കുറച്ച് ഡെപ്ത് ആയിട്ടുള്ള എൻ്റെ മാത്രമല്ല വേറെ ആൾക്കാരുടെയും കൂടി പെർസ്പെക്റ്റീവ് എന്നുള്ള രീതിയിലാണ് ഒരു റൗണ്ട് ടേബിൾ ഡിസ്കഷൻ പോലെയാണ് ഇത് സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അല്ലെങ്കിൽ നമുക്ക് സീരീസിനെ പറ്റി തുടങ്ങാല്ലേ? അല്ല, ബിക്കോസ് ഞാൻ സീരീസ് കാണുന്ന ഒരാളോ ആക്ച്വലി അങ്ങനെ ഒരു സംഭവം ഉണ്ടെന്ന് തന്നെ അറിയാം. മലയാളം സീരിയലുകളായിരുന്നു നമുക്ക് ആകെ ഉണ്ടായിരുന്ന എത്ര എപ്പിസോഡ്സ് ഉണ്ടായിരുന്നു? അറൗണ്ട് 3,000 ഹിന്ദി സീരിയല് എന്താ നായകന്മാരെ കാണാൻ വേണ്ടി പിന്നെ റിയാൻ നേരെ കാറ്റ് വരും. ഞാൻ ആക്ച്വലി കോളേജിൽ ജോയിൻ ചെയ്ത സമയത്ത് ഈ ഹിന്ദി സീരിയല് കാണാനായിട്ട് കോമൺ റൂമിൽ TV വെച്ചിട്ടുണ്ടാവും. സോ അവിടെ പോയിരുന്ന് ഈ നോർത്ത് ഈസ്റ്റിന്റെ കൂടെ കാണുന്ന ഒരു സ്വഭാവം എനിക്ക് ഉണ്ടായിരുന്നു കുറച്ച്. പിന്നെ അതിൽ നിന്നാണ് ഈ ഇംഗ്ലീഷ് സീരീസിലേക്ക് നമ്മൾ മാറുന്നത്. അതും ഇങ്ങനെ ഭയങ്കരമായിട്ടൊന്നുമല്ല, ഞാൻ ആ ഗെയിം ഓഫ് ത്രോൺസ് ഇറങ്ങിയ സമയത്ത് അതാണ് ഞാൻ ആദ്യമായിട്ട് കണ്ടു തുടങ്ങുന്ന സീരീസ്. എന്റെ ഫ്രണ്ട്സ് അല്ല, എന്റെ പ്രസന്റ് ബ്രേക്ക് ആണ്. അത് ഞാൻ +2 പഠിക്കുമ്പോൾ എന്താണ് ബോയ്സ് ഓവർ ഫ്ലോർ? എനിക്ക് കുറച്ചുകൂടി യങ്ങർ ജനറേഷൻ ആവുമ്പോൾ കുറച്ചും കൂടി ആക്സസ് ഉണ്ടായിരുന്നു. പിന്നെ പക്ഷെ ഫ്രണ്ട്സ് ആണ് ഐ തിങ്ക് സോ മെനി എന്റെ കസിൻ ബ്രദർ ആണ്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ലാപ്ടോപ്പ് കണ്ടിട്ട് എന്റെ അടുത്ത് നീ ഈ സീരീസ് കണ്ടിട്ടുണ്ട്, അത് കണ്ടിട്ടുണ്ട്. അപ്പൊ നോക്കുമ്പോ നമുക്കറിയാം ഞാൻ പറഞ്ഞ അത് ഷോ ഒന്നും കുറച്ചില്ല, കേട്ടിട്ടുണ്ടെന്ന് കണ്ടിട്ടില്ല. അത് സമ്മതിച്ചത് എന്നിട്ട് ആളാണ് എനിക്ക് 10 സീസണും എനിക്ക് കോപ്പി ചെയ്ത് ഫ്രണ്ട്സിന്റെ 10 സീസണും എല്ലാ എപ്പിസോഡും അടക്കം കോപ്പി ചെയ്ത് തന്ന് എനിക്ക് അതിന്റെ ബ്ലൂപ്പേഴ്സ് ബിഹൈൻഡ് ദ സീൻസ് എല്ലാം ഉണ്ടാവും. പക്ഷെ എനിക്ക് അത് എന്റെ ഇത് പോയി എനിക്ക് ഭയങ്കര ഇഷ്ടമായി. എന്റെ ബ്ലൂപ്പേഴ്സ് ഒക്കെയും പോയി. എന്നിട്ട് ഞാൻ അങ്ങനെയാണ് ഞാൻ ഫസ്റ്റ് സീരീസ് കാണുന്നത്. തുടങ്ങിയപ്പോ പിന്നെ ബിഞ്ച് വാച്ചിങ്ങിന്റെ ഒരു ഇത് അഡിക്ഷൻ തോന്നുന്നു ഫ്രണ്ട്സ്. പക്ഷെ അത് കണ്ടു തുടങ്ങാൻ കുറച്ച് പാടാം. ഞാൻ ഫസ്റ്റ് കണ്ടപ്പോ ഫ്യൂ എപ്പിസോഡ്സ് കഴിഞ്ഞപ്പോ ഞാൻ വിചാരിച്ചത് എനിക്കും ഇഷ്ടമായില്ല. ക്യാരക്ടർ ശരിക്കും അണ്ടർസ്റ്റാൻഡ് ചെയ്താൽ ഇഷ്ടപ്പെടാത്ത എനിക്കറിയാം. പിന്നെ ഞാൻ ഇവരോട് എല്ലാവരോടും പറയുന്നത് എന്നോട് ഇങ്ങനെ കാണുന്നു പറഞ്ഞതുകൊണ്ട് കാണാണ്ടിരിക്കുന്ന കുറെ സാധനങ്ങൾ അങ്ങനെയായിരുന്നു. ഫ്രണ്ട്സ് കണ്ടിട്ടില്ലേ അങ്ങനെയൊക്കെ പറയുമ്പോഴേക്കും കാണാൻ കുറെ പേർക്ക് ഗെയിം ഓഫ് ത്രോൺസിനുണ്ട്. കണ്ടിട്ടില്ല. റിബലാണ് പക്ഷെ ഇതിലെന്ത് കണ്ടിട്ടുള്ള സീരീസ് ഏതാണ് ഫൈനലി? ഞാൻ ഗെയിം ഓഫ് ത്രോൺസ് കണ്ടിട്ടുണ്ട്. അതല്ലാണ്ട് പിന്നെ ആ സമയത്ത് ഇറങ്ങിയ എന്താ വാമ്പയർ ഡയറീസ് അതൊക്കെ കണ്ടിട്ട് അതും പകുതിക്ക് വെച്ച് ഞാൻ നിർത്തി. എനിക്ക് വാമ്പയർ ഡയറീസും അതിന്റെ തന്നെ സ്പിൻ ഓഫ് ഒരു ഒറിജിനൽസ് ഉണ്ടായിരുന്നു. അതാണ് കോളേജ് ടൈമിൽ കോളേജ് കഴിഞ്ഞിട്ട് സീരീസ് കാണാതിരുന്ന എന്നെ കുറെ അതിനെ നിർബന്ധിച്ചത് കണ്ടപ്പോഴും ആ ഒരു എന്തായാലും ക്യാരക്ടറിന്റെ ആ ബ്രിട്ടീഷ് ആക്സെന്റിലാണ് ഞാൻ വീണുപോയത്. ബേസിക്കലി പറയുകയാണെങ്കിൽ എന്താ പറയാ, ഇറ്റ്സ് എ ഡിറ്റക്റ്റീവ് സ്റ്റോറി പോലെ തന്നെ. എന്താ അന്വേഷിച്ച് ഇത് കണ്ടുപിടിക്കുന്ന സ്റ്റോറി തന്നെയാണ്, പക്ഷെ സോൾവ് ചെയ്യുന്ന സ്റ്റോറി. പക്ഷെ എന്താ പറയാ, ഷെർലോക്ക് കുറച്ചും കൂടെ കണ്ടിട്ടുണ്ട്. പക്ഷെ അത് കുറച്ചും കൂടെ നമ്മളെ തിങ്ക് ചെയ്യിപ്പിക്കും. ഇതില് കൂടുതലും ഇൻവെസ്റ്റിഗേഷനേക്കാളും അവന്റെ ഒരു ഞങ്ങൾ രണ്ടുപേരും മാത്രമേ കണ്ടിട്ടുള്ളൂ. അതും അവള് കണ്ടു കഴിഞ്ഞിട്ട് എന്നോട് കുറെ കാലം കാണുന്ന് പറഞ്ഞ് പിന്നാലെ മിഡിൽ ഏജ് ഇഷ്ടം. ബിക്കോസ് ഇറ്റ്സ് കുറെ ഇരുന്ന് ചിന്തിക്കൊന്നും വേണ്ട. അതെന്ന് വെച്ചാൽ അതൊരു ദിവസത്തെ കഥ നടക്കണം. ഭയങ്കര സർക്കാസ്റ്റിക് കോമഡിയാണ്. അപ്പൊ സർക്കാസം ഇഷ്ടമുള്ള ആൾക്കാരെ
പിന്നെ ഞാൻ നിർത്തി ലൂസിഫറിനെ പറ്റി ഇവിടെ ഒരാള് തുടങ്ങി. ഞാനിങ്ങനെ വേറൊരു ലോകത്തായിരുന്നു. എക്സാക്ട്ലി വേറൊരു ലോകത്തായിരുന്നു. പിന്നെ ഹന്നെ നിന്നെ പറയുകയാണെങ്കിൽ കൊറിയൻ ഡ്രാമ പക്ഷേ ഹന്ന കൊറിയൻ സീരീസിനെ പറ്റി പറഞ്ഞ് ഹന്നെ കാണുമ്പോ തന്നെ ഒരു കൊറിയൻ സത്യം അങ്ങനെ സംഭവം ഉണ്ടെന്ന് പറഞ്ഞത് അന്ന കാരണമാണ്. എല്ലാരും ഇങ്ങനെയൊക്കെ അപ്പൊ നീ പറ കൊറിയൻ ഡ്രാമേഴ്സിനെ കൊറിയൻ ഡ്രാമസ് യൂഷ്വലി ഞാൻ കാണുന്ന എല്ലാ കൊറിയൻ ഡ്രാമസും ഭയങ്കര റോങ് കോം, ഭയങ്കര ലൈറ്റ് ഹാർട്ടഡ് ആണ്. ആ ഒരു കാരണം കൊണ്ട് തന്നെ ഇപ്പൊ ഞാൻ കുറെ സീരീസ് മിസ് ഔട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ അതിന്റെ ലൂപ്പിൽ ഇങ്ങനെ പോയി കഴിഞ്ഞതാണ് ഫീൽ ഗുഡ് മൂവീസും ഫീൽ ഗുഡ് കോംപ്ലക്സ് ആയിട്ടുള്ള ഒന്നും കാണാൻ പറ്റില്ല. സഹിക്കാൻ വയ്യ. അതാണ് എന്റെ അവസ്ഥ. ഇപ്പൊ ലൂസിഫർ കാണാൻ പറഞ്ഞപ്പോ 1 എപ്പിസോഡ് കണ്ടു നിർത്തി. മണി ഹൈസ്റ്റ് 2 എപ്പിസോഡ്സ് കണ്ട് നിർത്തി. അത് അങ്ങനെ ആ ഇതില് ലയിച്ചു പോയി. നീ അങ്ങ് ശരിക്കും എസ്കേപ്പ് ഫ്രം റിയാലിറ്റി ആണ്. അതാണ് വേണ്ടതുല്ലോ. ചിലപ്പോ ഞാൻ ഇത്രയും പാഷനറ്റ് ആയിട്ട് കൊറിയൻ ഡ്രാമ കാണുന്നത് പക്ഷെ ഞാൻ ഓഫീസ് വന്നപ്പോഴത്തേക്കും കാണുന്ന പറഞ്ഞപ്പോ ഒക്കെ കാണും. കൊറിയൻ വാച്ച് ചിഞ്ചാ അതുകൊണ്ട് ഇപ്പൊ 4-5 വാക്ക് കിട്ടി. ചിങ്കോ കല്യാണം കഴിച്ചോണ്ടെങ്കിൽ ഇപ്പൊ ഞാൻ ഒപ്പാന്ന് പറഞ്ഞിട്ട് എനിക്ക് ഒപ്പ ഓൾറെഡി അപ്പം അതല്ലാണ്ട് ഈ റൊമാൻറ്റിക് അല്ലാണ്ട് കണ്ട ഇപ്പൊ ഞാന് എത്രയോ ഇങ്ങനെ ഇത് കണ്ടുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ തന്നെ ഞാൻ ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്തിരുന്നു എന്തെങ്കിലും സജസ്റ്റ് ചെയ്യാൻ വേണ്ടി. അപ്പൊ ആൾക്കാർ എന്നെ എത്രയോ പേര് സജസ്റ്റ് ചെയ്യാൻ തുടങ്ങി കിങ്ഡം കാണും. എനിക്കും അതേ വീഡിയോസിന്റെ താഴെ കുറച്ച് പേര് ചോദിച്ചിരുന്നു കേട്ടോ കിങ്ഡം നല്ലതാണ് അതിന്റെ റിവ്യൂ ചെയ്യാൻ. ഞാൻ കണ്ടിട്ടില്ല, ഇനിയിപ്പോ എന്തായാലും കാണാൻ. എന്തായാലും നല്ലതാണ്, നല്ല മൂവി. അപ്പൊ എന്താണെന്ന് വെച്ചാൽ കിങ്ഡം ആദ്യം എനിക്ക് കാണാൻ ഒരു മൂഡും ഇല്ലായിരുന്നു. ബിക്കോസ് കുറേ ഫീൽ ഗുഡ് മൂവീസ് കണ്ടതിന് ശേഷം പിന്നെ സീരീസ് കണ്ടതിന് ശേഷം അതിലേക്ക് ഷിഫ്റ്റ് ആകുമ്പോണ്ടാകുന്ന ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ ഫസ്റ്റ് എപ്പിസോഡ് കണ്ടു, സെക്കൻഡ് എപ്പിസോഡ് കണ്ടു, തേർഡ് എപ്പിസോഡ് കണ്ടിട്ട് എനിക്ക് ആ ഒരു ഇത് വിട്ടിട്ടില്ലായിരുന്നു. ഫോർത്ത് കഴിഞ്ഞപ്പോ പിന്നെ കുട്ടേ മാറി, വേറെ ലെവലാണ് കിങ്ഡം. ഇപ്പൊ ഞാൻ ഇത് സോംബി സീരീസ് ആണ്, അതും ഹിസ്റ്റോറിക്കൽ സീരീസ് ആണ്. അപ്പൊ എന്താണെന്ന് വെച്ചാൽ സാധാരണ നമ്മൾ കുറേ സീരീസുകൾ കാണാറുണ്ട്, സോംബി സീരീസ്. ദ വാക്കിംഗ് ഡെഡ് ഈസ് വൺ ഓഫ് ദ ബെസ്റ്റ്. പക്ഷേ ദാറ്റ് ഈസ് വൺ ഓഫ് ദ ബെസ്റ്റ് സോംബി മൂവി എവർ മെയ്ഡ് സീരീസ്. അതെ, ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു സീരീസ് അതാണ് ഉള്ളതിൽ വെച്ച്. ആരോട് ചോദിച്ചാലും എല്ലാവരുടെയും ഫേവറേറ്റ് അതാണ്. ഇങ്ങനെ കുറേ സീരീസുകളുണ്ട്. ഈവൻ കൊറിയയിൽ തന്നെ കൊറിയൻ മൂവി ഉണ്ട്, ഒരു സോംബി മൂവി. അത് ഇത് എന്തുകൊണ്ട് ഈ ബാക്കിയുള്ള എല്ലാ സീരീസിനും ഡിഫറെന്റ് എന്ന് വെച്ചതാണെങ്കിൽ ഇതിന്റെ ആ ഏൻഷ്യൻ ടൈം പീരീഡിൽ അവർ സെറ്റ് ചെയ്തത് ചേഞ്ചസ് ദ ഹോൾ ഗെയിം. ഭയങ്കര ഗെയിം ചേഞ്ചർ ആണ്. ബിക്കോസ് അതെന്ന് വെച്ചാൽ സാധാരണ നമ്മൾ എല്ലാം കണ്ടത് ഒന്നില്ലെങ്കിലും മോഡേൺ കറന്റ് സിനാരിയോയിൽ സംഭവിക്കുന്നത്, ഒന്നില്ലെങ്കിൽ ഒന്നും കൂടെ ഒരിക്കലും നമ്മൾ ഈ ഒരു വിചാരിക്കില്ല. അങ്ങനെ വന്നാൽ എന്തൊക്കെ ചെയ്യാൻ പറ്റും ടു കണ്ടെയ്ൻ ദാറ്റ് ഡിസീസ്. നോ കമ്മ്യൂണിക്കേഷൻ ഫെസിലിറ്റി. അത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. നമ്മളിപ്പോ ഈ കൊറോണയുടെ സംഭവം തന്നെ വെച്ചിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ യു സ്റ്റാർട്ട് റിലേറ്റിംഗ് ടു ഇറ്റ്. ഇപ്പൊ കൊറോണ നടക്കുന്ന യു നോ വാട്ട് ഈസ് ഹാപ്പനിങ് ഇൻ ദ വേൾഡ്. ഓരോ സ്ഥലത്തും എത്ര പേര് ഇൻഫെക്റ്റഡ് ആണ് ബിക്കോസ് ഞങ്ങൾക്ക് സോഷ്യൽ മീഡിയ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ ഒരു ടൈം പീരീഡിൽ ദർ ഇസ് നോ കമ്മ്യൂണിക്കേഷൻ. ഒരു സ്ഥലത്ത് ഇൻഫെക്റ്റഡ് ആണെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ യു വിൽ ഹാവ് ടു മാനുവലി ഗോ ദേർ ഇതാക്കണം. അപ്പൊ കുറേ പീപ്പിൾ ആർ ഡൈയിങ് ആൻഡ് ഭയങ്കര റിയലിസ്റ്റിക് ആണ് എടുത്തതും. കുറച്ച് പേര് മരിക്കുന്നു അങ്ങനെ ഒന്നല്ല, പകുതിമുക്കാൽ പേരും മരിക്കുന്ന രീതിയിലാണ് എടുത്തേക്കുന്നത്. അപ്പൊ ആ ഒരു ലെവലിൽ റിപ്പറ്റീഷൻ ഉണ്ടോ അതോ കുറച്ചും കൂടി ഇൻട്രസ്റ്റിംഗ്?
റെപ്യൂട്ടേഷൻ ഒന്നും അങ്ങനെ പ്രത്യേകിച്ചില്ല. ലൈക്ക് ഭയങ്കര നല്ല രീതിയിലാണ് എടുത്തേക്കുന്നത്. പിന്നെ അവർ യൂസ് ചെയ്യുന്ന അത് കണ്ടെയ്ൻ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ടെക്നിക്സും കാര്യങ്ങളും മെത്തേഡ്സ് എല്ലാം ഭയങ്കര അടിപൊളിയായിട്ട്. ആൻഡ് ദേ ഡോണ്ട് ഈവൻ ഹാവ് പ്രോപ്പർ വെപ്പൺസ്, ലൈക്ക് ഗൺസും കാര്യങ്ങളും ഒന്നും ഇല്ല. അപ്പൊ ആ ഒരു ഇതുണ്ടല്ലോ, ലൈക്ക് ആ ഒരു തോട്ടിന് ആ ഏൻഷ്യൻ ടൈമിൽ ഇത് വന്നാൽ എങ്ങനെ ഇരിക്കും എന്നുള്ള ആ തോട്ടിന് തന്നെ ഐ ഗിവ് ഇറ്റ് 10 on 10. ബിക്കോസ് അത്ര അടിപൊളിയായിട്ടാണ് എടുത്തേക്കുന്നത്. ഞാനത് കാണുന്നത് പോലും വിചാരിച്ചിട്ടില്ലായിരുന്നു, ഈവൻ ദോ ഇറ്റ്സ് എ കൊറിയൻ. അതുകൊണ്ട് എനിക്ക് അത് എല്ലാവർക്കും സജസ്റ്റ് ചെയ്യുന്നുണ്ട്. ഭയങ്കര നല്ലതാണ്. സോംബി ജോണറിൽ ഏറ്റവും ഒരു വൺ ഓഫ് ദ ബെസ്റ്റ്. പക്ഷെ ഹന്നെ സോംബിയിൽ അല്ലാണ്ട് റൊമാൻറ്റിക് ജോണറിൽ, അതായത് നമുക്ക് ശരി കണ്ടിരിക്കാൻ അങ്ങനത്തെ ഒരു സീരീസും കൂടി സജസ്റ്റ് ചെയ്യാൻ പറ്റുമോ? ഏതായിരിക്കും ഇപ്പൊ ഫണ്ണി റൊമാൻസ് ആണ് വാട്ട്സ് റോങ് വിത്ത് സെക്രട്ടറി. ബിക്കോസ് ഭയങ്കര ഞാനത് കുറേ കേട്ടു. കാണാത്ത എന്നെ അവളത് എന്ന് പറഞ്ഞു അവസാനം ഞാനത് കണ്ടു. അപ്പൊ കിങ്ഡം ഈസ് നൈസ്. നമുക്ക് കാണാം. ഈവൻ ഐ ഗോട്ട് എ ലോട്ട് ഓഫ് റെക്കമെൻഡേഷൻ. കണ്ടമാനം പേര്. പിന്നെ ഞാൻ പ്രൈമില് മെയ്ഡ് ഇൻ ഹെവൻ എനിക്ക് ഇപ്പൊ കുറച്ച് ഞാൻ കുറെ സീരീസ് കണ്ടിരുന്നു. പക്ഷെ അതിൽ എനിക്ക് ഇപ്പൊ കുറച്ച് നാളിൽ ഇപ്പൊ കണ്ടിട്ട് എനിക്ക് ഭയങ്കര എന്നെ 2-3 ദിവസം എനിക്ക് ഭയങ്കര ഇമ്പാക്ട്ഫുൾ ആയിട്ട് തോന്നിയത് ആ സമയത്ത് മെയ്ഡ് ഇൻ ഹെവൻ ആയിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നമുക്ക് ജനറലി നമ്മളെ പോലുള്ള ആൾക്കാർക്ക് ഈ പൈസക്കാരുടെ കല്യാണം ഇപ്പൊ എന്താ വെച്ചാൽ അങ്ങനെ അവരുടെ കല്യാണം അവരുടെ ലോകം തന്നെ അവരുടെ അത് ഭയങ്കര ഫെയറി ടെയിലാണ്. അവരുടെ കല്യാണങ്ങളൊക്കെ നോക്കുമ്പോൾ എല്ലാം പെർഫെക്റ്റ്, എല്ലാം ഓൺ പോയിന്റ് ആണ്. അവരുടെ ഡ്രസ് ആയാലും അവരുടെ സെറ്റിംഗ് ആയാലും ഈവൻ അവിടെ വരുന്ന ഗസ്റ്റുകളെ കാണാൻ തന്നെ എന്തൊരു ഭംഗിയാന്നുള്ളത്. നമുക്ക് അവർ ഭയങ്കര പെർഫെക്റ്റ് ഞാൻ സീരീസ് കണ്ടിട്ടില്ല, പക്ഷെ ഞാൻ ഇതിലെ ആ ലുക്സിന് വേണ്ടി മാത്രം ഞാൻ ഫാഷനും അതിലെ എല്ലാ ഡ്രസ്സുകളും അവരുടെ ആ സെറ്റും ഡ്രസ്സുകളൊന്നും nobody can pull it off as even personally and Instagram styling is so good. ആരും കൂടി മെയ്ഡ് ഇൻ ഹെവൻ കണ്ടിട്ടുണ്ട്? ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ മെയ്ഡ് ഇൻ ഹെവൻ ഞാൻ മേ ബി 2 episodes എന്തോ കണ്ടു. പിന്നെ എനിക്ക് വീണ്ടും ഞാൻ ആ സീരീസ് കാണാത്ത എന്റെ മൈൻഡ് തിരിച്ചു. ഞാൻ നോക്കുമ്പോ ഇത് കാണുമ്പോ ആ ഒരു ബിഗ് ഫാറ്റ് വെഡിങ്ങിന്റെ ഒരു ഫാസിനേഷൻ. അത് ഇപ്പഴാന്ന് വെച്ച് കഴിഞ്ഞാൽ വെഡിങ് ഇത് ഭയങ്കര ഒരു വലിയ ഇൻഡസ്ട്രി പോലെ തന്നെയാണല്ലോ. അപ്പൊ അവര് രണ്ടുപേരും എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ താരാന്നും പിന്നെ അയ്യോ ഇപ്പൊ എനിക്ക് ശരിക്കുള്ള ക്യാരക്ടറിന്റെ പേര് ഈ ശോഭിതയും പിന്നെ അർജുൻ മാത്തൂർ എന്നാണ് പേര്, എനിക്ക് കൺഫ്യൂഷൻ ആകുന്നത്. അവര് രണ്ടുപേരും കൂടി താരയും കരണും കൂടിയിട്ടുള്ളതാണ്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മെയ്ഡ് ഇൻ ഹെവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് ഒരു വെഡിങ് പ്ലാനേഴ്സ്. അവര് അപ്പർ മിഡിൽ ക്ലാസ് അതിനു മേലെ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരാണ് കേട്ടർ ചെയ്യുന്നത്. അല്ലാണ്ട് സാധാരണ വെഡിങ്സ് അല്ല. അവർക്ക് വേണ്ടിട്ട് മെയ്ഡ് ഇൻ ഹെവൻ എന്ന് പറയുമ്പോൾ അവരുടെ വെഡിങ് പ്ലാനിങ് കമ്പനിയാണ്. 9 എപ്പിസോഡിലും 9 കല്യാണങ്ങളാണ്. പക്ഷെ 9 എപ്പിസോഡിലും ഓരോ കല്യാണങ്ങൾ ഓരോ എപ്പിസോഡിൽ നടക്കുന്ന വെച്ചാൽ പാരലലി ഇവരുടെ പേഴ്സണൽ ലൈഫും പോയിക്കൊണ്ടിരിക്കുക. ഇറ്റ്സ് സോ ഇൻട്രസ്റ്റിംഗ്. എവ്രിബഡി ഈസ് എ ഗ്രേറ്റ് ക്യാരക്ടർ. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര പ്യോറായിട്ട് ഗുഡ്, പ്യോറായിട്ട് ബാഡ് അങ്ങനെ ആരുമില്ല. എവ്രിബഡി ഹാസ് എന്തെങ്കിലും കാരണം. അതെ അതെ, അവര് എന്തെങ്കിലും ചെയ്യണതിന് എന്തെങ്കിലുമൊക്കെ കാരണം ഉണ്ടാവും. അവരുടെ ബാക്ക് സ്റ്റോറി കേൾക്കുമ്പോൾ തോന്നും ഓ അതുകൊണ്ടാണ് അവരങ്ങനെ പെരുമാറിയത്. അവരുടെ ആ ആക്ഷൻ ഒരു ജസ്റ്റിഫിക്കേഷൻ ഉണ്ട്. പഴയ കാര്യമായിരിക്കാം, പുതിയ കാര്യമായിരിക്കാം. അൾട്ടിമേറ്റ്ലി ആദിലിന്റെ സീനൊക്കെയാണ് ആദിൽ നമുക്ക് മോശമാണ് തോന്നും, അതിലും വലിയ പറ്റിപ്പീര് അതിൽ ഇത്രയും എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ പിന്നത്തെ കാര്യം ഇൻഫെർട്ടിലിറ്റി, പിന്നെ ഹോമോസെക്ഷുവാലിറ്റി എന്ന് വെച്ചാൽ ജനറലി ഇന്ത്യൻ സീരീസ് ആയതുകൊണ്ട് ഇന്ത്യൻ സെറ്റിംഗ്സിലാണ് എല്ലാം. അതുകൊണ്ട് നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും. ഇന്ത്യൻ ഒരു വാല്യൂ സിസ്റ്റംസ് ഒക്കെ നമുക്ക് അറിയുന്നത് കൊണ്ട് അത് എന്തുകൊണ്ടാണ് എല്ലാവരും അങ്ങനെ പെരുമാറുന്നത്, ഒപ്പീനിയൻസ് ഉള്ളത് എന്നുള്ളതിന്റെ ഒരു ജനറലി നമുക്കൊരു ഐഡിയ ഉണ്ട്. ഇപ്പൊ ഹോമോസെക്ഷുവാലിറ്റിക്കും എങ്ങനെയാണ് കാണുന്നത് ഇന്ത്യയിൽ ഇപ്പോഴും അതിനെ പറ്റിയിട്ട് അതെ അതില് കരൺ ലാൻഡ്ലോഡിന്റെ സ്റ്റോറി അത് അയാള് ഞാൻ അതിന്റെ പകുതിക്ക് കണ്ടിട്ടില്ല. ബട്ട് അതില് അയാള് അങ്ങനെ ചെയ്യുന്നത് അയാളുടെ അത്രയും കുറ്റം വിചാരിക്കും അയാളെ. അയാള് ഭയങ്കര പരിപാടികൾ ചെയ്തത്.
പക്ഷെ അയാൾ ഒരൊറ്റ സെന്റൻസ് ആണ് അയാൾ പറയുന്നത് ലാസ്റ്റ് അവൻ കൺഫ്രണ്ട് ചെയ്യുമ്പോൾ ആ ഒരൊറ്റ സെന്റൻസിൽ വിൽ ബി ലൈക്ക് അതുപോലെ ഒരൊറ്റ സെന്റൻസിൽ അയാളുടെ ആ എന്താണ് അയാൾ ആ നിസ്സഹായാവസ്ഥ അയാൾ ശരിക്കും പറഞ്ഞു. എല്ലാവരും ഓൺ ആക്ടിങ് സോ ഗുഡ്. എല്ലാവരും അത്രയ്ക്കാണ് they have put a narrator yes. for the whole story and Shashank and the narration is so poetic. very poetic. അതെ, എല്ലാ കല്യാണം ലാസ്റ്റില് അയാൾ ഒരു മോറൽ പോലെ സമ്മറൈസ് ചെയ്തു. ഒരു വോയിസും ആ പറയുന്ന സ്റ്റൈലും ആ സ്ക്രിപ്റ്റും എല്ലാം കൂടി ഹൗ ഇറ്റ് ബൈൻഡ്സ് ടുഗദർ ഭയങ്കര നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ഇന്ത്യൻ സീരീസിൽ ഇപ്പൊ എനിക്കിപ്പോ കുറച്ച് പ്രോപ്പർ ആയിട്ട് ഇന്ത്യൻ സീരീസ് ഇപ്പൊ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുള്ള ഒരു സീരീസ് ആണ്. പിന്നെ എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ കല്യാണങ്ങളൊന്നും പെർഫെക്റ്റ് അല്ല. ഈ കുറേ കാശുകാരുടെ കല്യാണം ഈ കാണുന്ന പോലെ അല്ല. ഏത് തട്ടിലായാലും മനുഷ്യന് ഫ്ലോഡ്. ഏത് തട്ടിലായാലും we are flawed. അതെ, പുറത്തുനിന്ന് കാണുന്ന ഭംഗിയല്ല, ഒന്നുമല്ല. പുറത്തുനിന്ന് കാണുമ്പോ എല്ലാം പെർഫെക്റ്റ് കല്യാണം. പക്ഷെ അതിന്റെ പിന്നിലും കണ്ടമാനം പൊളിറ്റിക്സും ഇപ്പോഴും വളരെ പഠിപ്പുള്ള ആൾക്കാരെ ഡൗറി പിന്നെ ഇപ്പോഴും ആ റോയൽ ആയിട്ടുള്ള ആൾക്കാർ കുറേ പ്രശ്നങ്ങൾ നമ്മുടെ മൈൻഡിൽ എന്താന്ന് വെച്ചാൽ അത് കാരണം നമുക്ക് ഭയങ്കരമായിട്ട്. പിന്നെ അതിലുള്ളതെന്ന് വെച്ചാൽ ഈ ബാൻഡ് ബാജ ബാരാത്തിലൊക്കെ കാണിച്ച പോലത്തെ ഒരു പാലറ്റ് ഉണ്ട്. അവർ രണ്ടുപേരും പ്രേമത്തിലാവുന്നു. പക്ഷെ അങ്ങനെയല്ല, അതെ, അവരുടെ ഫ്രണ്ട്ഷിപ്പ് ഏറ്റവും നല്ല റിലേഷൻഷിപ്പ് എനിക്ക് തോന്നുന്നു അവരുടെ മെയിൻ രണ്ട് ക്യാരക്ടേഴ്സിന്റെ നടത്തുന്ന രണ്ടുപേരാണ് ഈ താരയും കരണും. അവര് ഫ്രണ്ട്സ് ആണ്. ആ ലാസ്റ്റ് സീനൊക്കെ എന്തൊരു ബ്രില്യന്റ് ആ ടൈറ്റിൽ സ്കോർ. പാട്ടൊക്കെ എന്ത് രസമാണ്. അതിന്റെ കോസ്റ്റ്യൂംസ് പാട്ട് എനിക്കൊന്നുമില്ല കുറ്റം പറയാനായി കഴിഞ്ഞിട്ട് എനിക്ക് ഞങ്ങൾക്ക് കളറും ടെക്സ്റ്റും ഇനി ഇന്ദു പറയുമ്പോണ്ട് ഈ സീരീസിനെ പറ്റി മണി ഹൈസ്റ്റിന്റെ ക്വാറന്റൈൻ സമയത്ത് ഒരുപാട് ഒരുപാട് സീരീസ് മണി ഹെസ്റ്റ് ആണ്. ഈ ക്വാറന്റൈൻ ആയിരുന്നു. പിന്നെ വേറെ പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ലായിരുന്നു. അപ്പൊ പിന്നെ ഈ കസിൻസിനൊക്കെ വീഡിയോ കോൾ അപ്പൊ വിളിക്കുമ്പോ എല്ലാരും ചോദിക്കും മണി ഹെസ്റ്റ് ഉണ്ട്. അങ്ങനെ വിചാരിച്ചു ഇതെന്താണ് എല്ലാവരും ഭയങ്കരമായിട്ട് സാധാരണ എന്നോട് ഇങ്ങനെ എന്തെങ്കിലും കാണണം അങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എനിക്കങ്ങ് ഭയങ്കര കാണാതിരിക്കാനുള്ള ഒരു തോന്നാറുണ്ട്. പക്ഷെ ഇപ്പൊ പിന്നെ പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇനിയിപ്പോ എന്തൊക്കെ പിന്നെ കണ്ടാക്കാന്ന് വിളിച്ച് കണ്ടു തുടങ്ങി. എനിക്ക് സാധാരണ ഞാൻ ഇങ്ങനെ ഭയങ്കര ടെൻഷൻ അടിച്ച് കാണുന്ന സംഭവങ്ങളൊന്നും കാണാൻ എനിക്ക് പൊതുവെ താല്പര്യമില്ല. അതുകൊണ്ടാണ് എനിക്ക് കൊറിയൻ സീരീസ് കാണാൻ. ഞാൻ ഹോസ്റ്റലിൽ ഇരുന്ന് അങ്ങനെ കണ്ടു തുടങ്ങിയതാണ്. അപ്പൊ കണ്ടു തുടങ്ങിയപ്പോ പിന്നെ എന്തൊക്കെയോ ഒരു രസമുണ്ട്. പിന്നെ പ്രൊഫസറിനെ കണ്ടപ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എന്റെ ദൈവം രക്ഷയില്ലാത്ത പ്രൊഫസർ. പുള്ളി ഭയങ്കര ഗീക്കായിട്ടുള്ള ഒരാളായിട്ടാണ് ആദ്യമൊക്കെ ഭയങ്കര കാണിക്കുന്നത്. അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും പുള്ളി വേറെ ലെവലായി. പിന്നെ അവര് റോബറി പ്ലാൻ ചെയ്യുന്നു, അത് ചെയ്യുന്നു, ഇത് ചെയ്യുന്നു, ഫുള്ള് ഭയങ്കര അങ്ങനെയില്ല. ഞാൻ മണി ഹിസ്റ്റ് കണ്ടു തുടങ്ങിയായിരുന്നു. ഫസ്റ്റ് എപ്പിസോഡ് കഴിഞ്ഞപ്പം എനിക്ക് എന്താ ഓക്കെ ഇത് കുറച്ച് ഇൻവോൾവ് ആയിട്ട് കാണേണ്ടതാണ് എന്ന് തോന്നിയത് കൊണ്ട് മാത്രം ഞാൻ നിർത്തി. ബിക്കോസ് മേ ബി എനിക്ക് അങ്ങനെ കുറച്ച് ടൈം കിട്ടുമ്പോ കാണാം എന്നുള്ളത് കൊണ്ട് മാത്രം നിർത്തിയതാണ്. എനിക്ക് ഞാനും 2 എപ്പിസോഡ്സ് കഴിഞ്ഞിട്ട് മണി ഹെസ്റ്റ് നിർത്തിയതാണ്. ഞാൻ കണ്ടു തുടങ്ങിയിട്ടില്ല. എല്ലാവരും അല്ലല്ല അതല്ല ഞാൻ നല്ലതാണെന്നാണ് കേട്ടത്. ഇല്ല ഞാൻ നല്ലതാണെന്ന് പറഞ്ഞതുകൊണ്ട് മാത്രം കുറച്ച് ഇൻവെസ്റ്റ് ചെയ്ത് കാണുന്നുള്ളതുകൊണ്ട് എന്താണെന്ന് വെച്ചാല് ടെൻഷൻ വരുന്നത് മൊത്തം മിക്ക സീരിയലിലും ഒരു ബാഡ് ഗൈ ഉണ്ടാവും, ഒരു ഗുഡ് ഗൈ ഉണ്ടാവും. അപ്പൊ എനിക്ക് ഈ ഗുഡ് ഗൈ ജയിച്ചില്ലെങ്കിൽ എനിക്ക് ഭയങ്കര പിന്നെ സങ്കടവും ടെൻഷനും. പക്ഷെ ഇതിനകത്ത് ഈ റോബ് ചെയ്യാൻ പോകുന്ന ആൾക്കാരുടെ കൂടെ നിൽക്കണോ, അവരൊരു നല്ല കോസിനല്ല, പക്ഷെ ആരെയും ബുദ്ധിമുട്ടിപ്പിക്കാത്ത ഒരു സംഭവമാണ് ചെയ്യുന്നത്.
ഇത് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാൻ വരുന്നവരും അവരുടെ ജോലി ചെയ്യുന്നു. അപ്പൊ ആരെ സപ്പോർട്ട് ചെയ്യണം ഭയങ്കര കൺഫ്യൂഷൻ. പോസ്റ്റ് ഗെയിം ഓഫ് ത്രോൺസ് അങ്ങനത്തെ ഒരു ട്രെൻഡ് ഉണ്ട്. ലൈക് നമുക്ക് പ്ലേസ് ചെയ്യാൻ പറ്റാത്ത കുറെ ക്യാരക്ടേഴ്സ്, ഗ്രേ ക്യാരക്ടേഴ്സ് അവരൊന്നും ബോക്സിൽ ഇട്ടതല്ല, അങ്ങനത്തെ കുറെ പ്യുവർ ഗുഡ് അല്ല പ്യുവർ ബാഡ് അല്ല, ഫുൾ ഗ്രേ ഷെയ്ഡ്സിന് ഇപ്പൊ ഭയങ്കര ഇമ്പോർട്ടൻസ്. ജെയ്മി ലാനിസ്റ്ററിന്റെ ഒരു പാലറ്റിൽ കുറെ ക്യാരക്ടേഴ്സ്. പക്ഷെ മണി ഹേസ്റ്റ് പിന്നെ പറയാനുള്ളത് സ്റ്റോറി ഈസ് വെരി ഇൻട്രസ്റ്റിംഗ്. യൂഷ്വലി നമ്മൾ മൂവീസിലാണ് ഇങ്ങനത്തെ സ്റ്റോറി കാണുന്നത്, ഇങ്ങനത്തെ ഒരു റോബറി, ഇങ്ങനത്തെ ഒരു ഹേസ്റ്റ് കൈൻഡ് ഓഫ് സ്റ്റോറീസ്, ഓഷ്യൻ 11 ഒക്കെ പോലെ. പക്ഷെ അത് കുറച്ചുകൂടി എലാബറേറ്റ് ആയിട്ട് കാണിച്ചുകൊണ്ട് നമുക്ക് കുറച്ചുകൂടി അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റും അവരുടെ ഒരു തോട്ട് പ്രോസസ് എന്താണ്. ആരും ഭയങ്കര ഈസിലി പോയി റോബ് ചെയ്യുന്നതല്ല, അവർക്കും they also have lives, some circumstances now we start feeling empathizing with the bad guys. That is a nice thing, and I also like the romance. Tokyo ആണ് ഏറ്റവും ഹോട്ട് ഹെഡഡ് ആയ ക്യാരക്ടർ. ഓരോന്നും കൊണ്ട് ഈ തോന്നുന്ന ക്യാരക്ടറാണ് ടോക്കിയോ. എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ വരുമ്പോ പുള്ളിക്കാരി ഒരു ബൈക്ക് കൊടുത്തു എപ്പോഴും എന്തെങ്കിലുമൊക്കെ നടന്നുകൊണ്ടിരിക്കും അല്ലെ. പ്രൊഫസറും ടോക്കിയോയും തമ്മിലുള്ള ആ സംഭവം, അവരുടെ ഒരു റിലേഷൻഷിപ്പ് അത് ഭയങ്കര ക്യൂട്ട് ആയിട്ട്. പിന്നെ എനിക്ക് നെയ്റോബിന് എനിക്കോ മറ്റേ ആർത്തൂറോ ഫസ്റ്റ് ഹൈസ്റ്റ് കഴിഞ്ഞപ്പോ ഞാൻ വിചാരിച്ചോ ഇനി ഇങ്ങനെ ഉണ്ടാവില്ലല്ലോ. സെക്കൻഡ് ഹൈസ്റ്റിൽ അയാൾക്ക് ജീവിതത്തിൽ വേറെ ഒന്നും ഇല്ലല്ലോ, അതാണ് അയാള്. പിന്നെ എനിക്ക് മോണിക്കിന്റെ ഡെൻവറിന്റെ റൊമാൻസ്, ഡെൻവറിനെ ഭയങ്കര ഇഷ്ടമാണ്. ഹെൽസിങ്കി നൈറോബിന്റെ ഫ്രണ്ട്ഷിപ്പ് ഭയങ്കര ഇഷ്ടമാണ്. ഇനി ഞാൻ എനിക്ക് ഓൾ ടൈം ഫേവററ്റും ഏറ്റവും ബുദ്ധിമുട്ടുള്ളതും ആയ സീരീസ്, ഞാൻ ഡാർക്കിനെ പറ്റിയോ വെസ്റ്റ് വേൾഡിനെ പറ്റിയോ ഒന്നും പറയണ്ട, കാരണം ഞാൻ എന്റെ ജീവിതത്തിൽ ഒരുപാട് സമയം ഇൻവെസ്റ്റ് ചെയ്ത് കണ്ട ഒരു സീരീസ് ആണ്. വാക്കിംഗ് ഡെഡും ഇതുപോലെ തന്നെ ഞാൻ ഒരുപാട് ഇൻവെസ്റ്റ് ചെയ്ത് ഞാൻ പിന്നെ നിർത്തി. ഇനി ഇൻവെസ്റ്റ് ചെയ്ത് ശരിയാവില്ല മനസ്സിലാക്കി ഞാൻ അവിടെ നിർത്തി. പക്ഷെ ഒരു അൺഹെൽത്തി ഒബ്സെഷൻ ആയിരുന്നു ഗെയിം ഓഫ് ത്രോൺസ്. അൺഹെൽത്തി തന്നെ എന്ന് പറയണം, കാരണം ഞാനത് ആദ്യമായിട്ട് ഗെയിം ഓഫ് ത്രോൺസ് ആരും പറഞ്ഞിട്ടൊന്നുമില്ല, വെറുതെ ആരോ തന്നു, ഞാൻ കണ്ടു. ലിസ്റ്റിന്റെ സെക്കൻഡ് സെമ്മ എക്സാമിന്റെ സമയത്താണ് ഇത് കാണാൻ തുടങ്ങുന്നത്. സെമ്മ എക്സാം ഞാൻ കുളം തോന്നി. എക്സാമിന്റെ സമയത്ത് ബിഞ്ച് വാച്ചിങ് എന്ത് രസം. പ്രസന്റേഷൻ നമുക്ക് ടൂറിയാണല്ലോ മൊത്തത്തില്. ഡീനെ പ്രസന്റേഷൻ ഉണ്ടാവും ഗെയിം ഓഫ് ത്രോൺസ്. ഇവിടെ അതിനേക്കാളും വലിയ ഡോക്ടറേക്ക് കൊണ്ടുപോയി അതിന്റെ മുന്നില് പരീക്ഷയ്ക്ക് പരീക്ഷ വലിയ കാര്യമില്ലെന്ന് പറഞ്ഞിട്ട് ഞാൻ അങ്ങനെ ഇൻവെസ്റ്റ് ചെയ്ത് കണ്ടിട്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാനെല്ലാം റിയൽ ടൈമിലാണ് കാണുന്നത്. നമ്മുടെ ഡിസ്റ്റിന്റെ ഹോസ്റ്റലിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ ആരെങ്കിലും ഇത് സ്ട്രീം ചെയ്യും, എന്നിട്ട് ആ ഒരു റൂമിൽ 10-15 പേര് ഇരുന്നിട്ട് ഓരോ എപ്പിസോഡും മനസ്സിലായോ എവരി സൺഡേ ഐ തിങ്ക് മൺഡേ ഒരു രാത്രി ആരെങ്കിലും ഇത് സംഘടിപ്പിക്കും എപ്പിസോഡ്, എന്നിട്ട് ഇരുന്ന് കാണും. അത് വാസ് വെരി നൈസ് ആ ഒരു എക്സ്പീരിയൻസ്. അതൊക്കെ കഴിഞ്ഞ് ഞാന് ലാസ്റ്റ് സീസൺ കണ്ടത് നല്ല 50 ഇഞ്ച് TV. ഞാൻ അങ്ങനെ ഒരു സ്ഥലത്താണ് ഞാൻ കണ്ടത്. അതും ചേച്ചിയുടെ വീട്ടിലാണ്, അവിടെ വെച്ചിട്ടാണ് കാണുന്നത്. അപ്പൊ നെരിപ്പോട് ഫുള്ള് ഇരുട്ട്, എല്ലാരും ഈ പെണ്ണെന്താ കാണുന്നത് കാണാമെന്ന് എന്നെ ഉപേക്ഷിച്ചു. അപ്പൊ ഞാൻ ഇരുട്ടത്ത് നെരിപ്പോടും വലിയ TV, ഇത്ര വലിയൊരു ഡിസപ്പോയിന്റ്മെന്റ് എന്റെ മുന്നിലും. അല്ലെ അതിലും ഇരുട്ടന്നെയായിരുന്നു. എല്ലാവരും ഡാർക്ക് എന്ന് പറഞ്ഞപ്പോ ഞാൻ വിചാരിച്ചു മേ ബി ഞാൻ ലേറ്റ് ആയിട്ടാണ് ആ എപ്പിസോഡ് കണ്ടത്. ഞാൻ വിചാരിച്ചു ടോക്കിംഗ് അബൌട്ട് ഹൗ ഡാർക്ക് ഡാർക്ക്നെസ് എന്ന് പറഞ്ഞ ക്യാരക്ടർ രാവിലെ എണീറ്റ് 6 മണിക്ക് എണീറ്റ് ഇതൊക്കെ എടുത്ത് കണ്ടവരാണ്. ഞങ്ങൾക്ക് അത് കണ്ടു കഴിഞ്ഞിട്ട് ഇറ്റ് വാസ് ലൈക്ക് ഇതിന് വേണ്ടിട്ടാണോ ഞങ്ങൾ ഉറക്കം പോലും കളഞ്ഞു എണീറ്റ് മരിച്ചു പോയി. അതായിരുന്നു എനിക്ക് ഭയങ്കര സങ്കടമായത്. ബിക്കോസ് നൈറ്റ് കിങ് ഫസ്റ്റ് എപ്പിസോഡ് തൊട്ട് അവരിങ്ങനെ കൊടുത്ത് കൊണ്ടുവന്നിട്ട് അത് കഴിഞ്ഞിട്ട് അതാണെങ്കിൽ ഞാനാണെങ്കിൽ ഫാൻ തിയറി കൂടി വായിച്ചിട്ടേ Maybe our fan theories were so good than the actual
അപ്പൊ എല്ലാരും ഫാൻസ് ഇത്രയും അടിപൊളിയായിട്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ അത് കഴിഞ്ഞ് ഞാൻ യൂട്യൂബിൽ കുറെ വീഡിയോ ഉണ്ട് ഹൗ ഗെയിം ഓഫ് ത്രോൺസ് ഷുഡ് ഹാവ് എൻഡഡ്. അത് കാണുമ്പോ അതിലും കണ്ടമാനം ആൾക്കാരെ നമ്മളൊരു യൂട്യൂബറിന് ചെയ്യാമെങ്കിൽ അവർക്ക് ബഡ്ജറ്റ് ഒക്കെ കൊടുത്തതല്ലേ. അത് ഐ തിങ്ക് റൈറ്റിംഗില് അവർക്ക് ഇത്രയും കാലം ഒരു ബുക്സിന്റെ ബേസ് ഉണ്ടായിരുന്നോണ്ട് ദേ കുഡ് ബിൽഡപ്പ് ഓൺ ഇറ്റ്. അത് കഴിഞ്ഞപ്പോ പിന്നെ അവർക്ക് അത് പോയി കൈവിട്ട്. പക്ഷെ അവയിലെ ഓരോ ക്യാരക്ടറൊക്കെ ഐ മീൻ അവസാനത്തെ സീസൺ നമ്മൾ പോട്ട് ചെയ്ത് വെക്കുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും അത് പറ്റില്ല. മനുഷ്യന്മാരുടെ സ്വഭാവം, ഞാൻ ടിക്ടോക്കിന്റെ വീഡിയോ പറഞ്ഞ മാതിരിയാ, എത്ര നല്ലത് ചെയ്താലും ഒരു കുറ്റം അത് തപ്പിയെടുത്തിട്ട് ഇതങ്ങോട്ട് ശരിയായില്ല എന്ന് പറയുന്ന ഒരു സ്വഭാവം. ഒരു പെറ്റീഷനൊക്കെ സ്റ്റാർട്ട് ചെയ്തിരുന്നല്ലോ, റീഷൂട്ട് ചെയ്യാനായിട്ട് നല്ല എന്തോന്നും വരുന്നുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ വേറൊരെണ്ണം കേട്ടിരുന്നു ഇതിനേക്ക് മുൻപുള്ളത് കണ്ടമാനം ഇത് പറയണ്ടായിരുന്നു. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെയും സ്റ്റാർട്ട് ചെയ്യണം എന്ന് വെച്ചാൽ ഈ കിങ്ഡമിക്കും ഇങ്ങനെ സ്പ്ലിറ്റ് ഒക്കെ ആവുന്നതിന് മുന്നുള്ള ഇത് മൊത്തം ഫോം ആയത് എങ്ങനെയാണ് കാണിക്കുന്നുണ്ട് കേട്ടു. ചിൽഡ്രൻ ഓഫ് ദ ഫോറസ്റ്റ് അങ്ങനെ എന്തോ അവരെങ്ങനെ വന്നു, നൈറ്റ് കിങ് എങ്ങനെ വന്നു, അങ്ങനത്തെ കുറെ സ്റ്റോറീസ് അത് ബുക്സിൽ കുറെ കൂടി എലാബറേറ്റ് ആയിട്ട് ഉണ്ടതാണ് കുറെ കൂടി തോന്നുന്നുണ്ട്. ഞാൻ ബുക്ക് വായിച്ചിട്ടില്ല, ബുക്കും വായിക്കണേ. ബുക്ക് ഇനി ഫുള്ള് വന്നിട്ടേ വായിക്കുന്നു. അതെ അതെ അത് സത്യം, ഇനി വന്നിട്ട് വായിക്കുന്നു. അപ്പോ അങ്ങനെ ഒരു ഡിസപ്പോയിന്റ്മെന്റ്. ഗ്രേ വോമിന്റെ ക്യാരക്ടർ വെരി ഡിസപ്പോയിന്റിങ്. പിന്നെ ലാസ്റ്റ് ബ്രാൻ എന്തിനാ പോയി കിങ് ആയി? നിങ്ങളുടെ വിചാരം അല്ല എനിക്ക് ഏറ്റവും സങ്കടമായത് അതൊന്നുമില്ല. നൈറ്റ് കിങ് ഇങ്ങനെ വരുന്നവര് ആ ടെൻഷൻ ഇങ്ങനെ ബിൽഡപ്പ് ചെയ്ത് കൊണ്ടുവരികയാണ്. എന്താ വെച്ചാൽ വരുന്നു, ബ്രാൻഡിന്റെ അടുത്തേക്ക് വരുന്നു. അപ്പൊ ആ സമയത്ത് എല്ലാവരും തടയാൻ ശ്രമിക്കുമ്പോഴേക്കും ഇങ്ങനെ ബ്രാൻ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. അപ്പൊ കണ്ണൊക്കെ ഇങ്ങനെ ഇതായിട്ട് എന്നുവെച്ചാൽ എവിടെയോ ദൂരേക്ക് എന്തോ ഇതാണ്. അപ്പൊ ഞാൻ എന്തോ ഭയങ്കര സംഭവം കാണാനാണ് കാക്കൊക്കെ വിട്ടൊക്കെ ചുമ്മാണ് ചില്ലിയേർന്ന് വെറുതെ. അതായത് ഹോഡോറിനെ ഇങ്ങനെ ആക്കിയത് ബ്രാനാണ്. ആ ഒരു ബാക്ക് സ്റ്റോറി ഉണ്ടല്ലോ, അതുപോലെ ഈ നടന്ന കാര്യങ്ങൾക്കൊക്കെ ബ്രാൻഡിന് വലിയൊരു പങ്കുണ്ട്. ബ്രാൻ തന്നെയാണ് നൈറ്റ് കിങ്, ബ്രാൻഡ് ബിൽഡറിന്റെ ഇന്ത്യൻ സ്റ്റോറീസിന് അവിടെ ഒരു പോസിബിലിറ്റി ഉണ്ടായിരുന്നു, അത് കളഞ്ഞു. പിന്നെ ജോൺ സ്നോ ആണ് അസുറഹായ് എന്നുണ്ടെങ്കിൽ ജോൺ സ്നോ the prince that was promised ആയിരുന്നു. ജോൺ സ്നോ could have killed Night King. പക്ഷെ അതിനൊരു സാക്രിഫൈസ് കൊടുക്കണം എന്നുണ്ടായിരുന്നു. അത് could have been his love. അങ്ങനെ എന്തെങ്കിലും ഒരു സാക്രിഫൈസ്, അല്ലെങ്കിൽ ഡെനറിസോ ജോണോ നൈറ്റ് കിങ്ങിന്റെ പൊസിഷൻ ആ ഒരു ഡൈക്കോട്ടമി കീപ്പ് ചെയ്യാൻ വേണ്ടിട്ട്, ഗുഡ് ഈവിളുടെ ഡൈക്കോട്ടമി കീപ്പ് ചെയ്യാൻ വേണ്ടിട്ട് നൈറ്റ് കിങ്ങിന്റെ പൊസിഷൻ അതിന്റെ അസ്യൂം ചെയ്യാം. അങ്ങനെ ഒരുപാട് പോസിബിലിറ്റീസ് ഉണ്ടായിരുന്നു. പിന്നെ ജോൺസൺ ഒരു ടാർഗേറിയൻ ആണെന്ന് പറഞ്ഞു, പക്ഷെ ടാർഗേറിയൻ ആണെന്ന് എന്താ 4 തവണ ഡ്രാഗൺ ഓടിക്കാനാണോ? അല്ല ടാർഗേറിയൻ ആണെങ്കിൽ ഇത്രയും ബിൽഡപ്പ് പറഞ്ഞു കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോ പിന്നെ ഒരു പോയിന്റിൽ എത്തിക്കഴിഞ്ഞപ്പോ അതിനൊരു സിഗ്നിഫിക്കൻസ് ഇല്ലാണ്ടായി. ആകെ അമ്മായിയാണ്, എന്റെ അമ്മായിയാണ് ഡെനേറിയസ്. ഇനി കുറെ പേര് പറയുന്നത് ഡെനേറിയസിന്റെ ബോഡി ആ ഡ്രാഗൺ എടുത്തിട്ട് പോയിട്ടുണ്ട്. Maybe she will come back. എത്രയോ പേര് പറയുന്നുണ്ട് ഡ്രാഗൺ ഇസ് ഗോണ ഈറ്റ്. എത്രയോ പേര് പറഞ്ഞിട്ടുണ്ട് that's not gonna happen. happen. പക്ഷെ ഐ ഫീൽ ലൈക്ക് ഡെനറിസ് ആണ് മോസ്റ്റ് ഇൻജസ്റ്റിസ് അനുഭവിച്ചത്. ഞാൻ സെർസിയും ഡെനേറിയസും ഒരു സ്റ്റാൻഡ് ഓഫ് പോലെ അറ്റ്ലീസ്റ്റ് എന്തെങ്കിലും അത്രയും സ്ട്രോങ് ആയിട്ട് കൊണ്ടുവന്ന 2 ഫീമെയിൽ ക്യാരക്ടേഴ്സ് ആയിരുന്നു. ആ ലാസ്റ്റ് കൊണ്ട് അവര് നശിപ്പിച്ചു. ആ അയൺ ത്രോണ് ആ ഡ്രാഗൺ നശിപ്പിക്കുന്നതിന് പകരം സെർസി നശിപ്പിച്ചതായിരുന്നെങ്കിൽ ഇവിടെ മേഡ് സോ മച്ച് സെൻസ്. ലൈക്ക് അവള് പൊട്ടിത്തെറിപ്പിക്കുക അല്ല എനിക്ക് കിട്ടിയില്ലെങ്കിൽ അങ്ങനത്തെ ഒരു സെർസിയുടെ ക്യാരക്ടർ വെച്ച് സെർച്ച് ചെയ്യാൻ ചാൻസ് കോട്ട് എങ്ങനെയും മരിച്ചു പോയെന്ന് വിചാരിക്കാം. ഡെനറിസ് പാവം എന്ത് ചെയ്തിട്ട് അവളെ കൊണ്ട് ആ സിഗ്നൽ മൊത്തം ആക്ടേഴ്സിനും they were not happy. ആയിട്ട് അഭിനയിച്ചിരിക്കുന്ന ആള് ഇവര് സ്ക്രിപ്റ്റ് റീഡ് ചെയ്യുന്ന ഒരു സെഷൻ ഉണ്ട്, കാണിക്കുന്നുണ്ട്. അതില് വാരിസ് ആയിട്ട് അഭിനയിച്ചിരിക്കുന്ന ആളൊക്കെ ക്ലിയർലി ഡിസപ്പോയിന്റ്മെന്റ് കാണിക്കുകയാണ് അവിടെ ഇരുന്നിട്ട്. ഇഷ്ടപ്പെടാത്ത പോലെ തന്നെ അയാൾ വെറുതെ ഡെനറിസ് അങ്ങ് കത്തിച്ചു തുടങ്ങും. അയാൾ ഒരു ലെറ്റർ ഒക്കെ എഴുതുന്നത് കാണിക്കുന്നുണ്ട്. അതിന്റെ എന്നുവെച്ചാ ജോൺസ്നോ ആണ് ടാർഗേറിയൻ ആണെന്നൊക്കെ. പക്ഷെ അതിന് എന്താണ് ഒരു ഇത് എന്നുള്ളത് ഇത്രയും പൊതുവെ അവരെന്തെങ്കിലും ഭയങ്കരമായിട്ട് കാണിക്കണം, അത് പിന്നീടായാലും അതിനൊരു സിഗ്നിഫിക്കൻസ് ഉണ്ടാവുമായിരുന്നു.
പക്ഷെ ഈ ഷോട്ട് ഇങ്ങനെ എടുത്തതിന് ശേഷം പിന്നീട് ഞാൻ വിചാരിച്ചു വരുമായിരിക്കും, ഇപ്പൊ വരും ഒരു ആരെങ്കിലും ഒരു കഷ്ണമുണ്ട് കണ്ടാൽ ഞങ്ങൾക്ക് അറിയാവുന്നുണ്ട്. എനിക്ക് ഏറ്റവും അൺനെസസറി ആയിട്ട് തോന്നിയത് അവസാനം ഒരു കുതിര വന്നതാണ്. അവിടെ എല്ലാം കരുതിരിക്കും, കുതിര വന്നു, അത് വെള്ളക്കുതിര. നമ്മളും മറ്റേ ഓട്ടോ ഗെയിം ഓഫ് ത്രോൺസ് ഇനീഷ്യൽ സീസൺസിലൊക്കെ വളരെ കുറച്ച് ഫൈറ്റ് ഉള്ളൂ, വളരെ കുറച്ച് ഫൈറ്റ് ഉള്ളൂ നമ്മൾ നോക്കുകയാണെങ്കിൽ. പക്ഷെ കൂടുതൽ കാണിക്കുന്നത് പൊളിറ്റിക്സ് ആണ്. ഈ ലാസ്റ്റ് സീസൺ ആയപ്പോഴത്തേനും ഫൈറ്റ് മാത്രമേ ഉള്ളൂ. ആ ഒരു പ്രൊഡക്ഷൻ വാല്യൂ മണി മൊത്തം അതിലിറക്കി ബാക്ക്ഗ്രൗണ്ടിലുള്ള തിങ്കിങ്ങിനെ അവർ കുറച്ചപ്പോഴാണ് ആ സീസൺ അതെ അതുകൊണ്ടാണ് തോന്നുന്നത്. ഇനിയിപ്പോ അവരുടെ പ്രൊഡക്ഷൻ അതിൽ നോക്കുകയാണെങ്കിൽ പ്രൊഡക്ഷൻ വാല്യൂ ഭയങ്കര നല്ലതാണ്, ആക്ടേഴ്സ് എല്ലാരും അവർ നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. പക്ഷെ ഇതൊക്കെ കഥ ഇല്ലെങ്കിൽ ഏറ്റവും വലിയ പ്രൂഫാണ്. അതിപ്പോ മലയാള സിനിമയിലാണെങ്കിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ നല്ല സ്ക്രിപ്റ്റുകളാണ്, നമ്മുടെ നല്ല കഥകളാണ് നമുക്ക് നല്ല സിനിമകൾ തരുന്നത് ബേസിക്കലി. പിന്നെയാണ് അത് എക്സിക്യൂട്ട് ചെയ്യാൻ നല്ല ഡയറക്ടേഴ്സ്, അതിന് നല്ല ആക്ടേഴ്സ്, സിനിമാറ്റോഗ്രാഫേഴ്സ് ഒക്കെ വന്നിട്ട് അതൊന്ന് കമ്പൈൻഡ് ആയിട്ടുള്ള എഫേർട്ട്. പക്ഷെ നല്ല കഥ ഇസ് ദ ബേസ്. അത് അവരവിടെ കൊണ്ട് കളഞ്ഞു എന്നുള്ളതാണ്. പിന്നെ ജോർജ് മാർട്ടിൻ നൈസായിട്ട് ഇവരുടെ അടുത്ത് പറഞ്ഞിട്ടും ഉണ്ടാവില്ല അയാൾ എന്താണ് ഉദ്ദേശിക്കുന്നത്. അത് പറഞ്ഞ അയാളുടെ ബുക്ക് സെല്ലാവില്ലല്ലോ. ഇനിയിപ്പോ കൊറേ പേര് പറയുന്നുണ്ട് ബുക്കില് പക്ഷെ വേറെ പോലെ ആയിരിക്കും, അൾട്ടിമേറ്റ്ലി ഡിഫറെന്റ് എൻഡിങ് ആയി. പക്ഷെ ആള് പറയണത് ഞാൻ ഇത് തന്നെയാണ് ഉദ്ദേശിച്ചത്. അതിന് ഒന്നാമത്തെ കാര്യം എന്ത് ന്യൂസ് സത്യമാണെന്ന് അറിഞ്ഞൂടാ, പല സ്ഥലത്തും പലത് കേൾക്കണം. നമ്മള് ഇവിടെ പറയുന്ന ആള് പറഞ്ഞു ബ്രാൻഡ് തന്നെയാണ് ആള് ഉദ്ദേശിക്കണേ എന്നുള്ളത് ചിലപ്പോ ഈ രീതിയിലായിരിക്കും, കുറച്ചും കൂടി വേറെ രീതിയിലാണ്. പുസ്തകത്തിൽ കുറച്ചും കൂടി ഇതുണ്ടല്ലോ, നമുക്ക് ബിൽഡ് ചെയ്യാൻ ഇമാജിനേഷനും കൂടുതലാണ്. റൈറ്റിംഗ് എങ്ങനെ പോയാലും ഇവരെക്കാളും ഞാൻ വായിച്ചിട്ടുണ്ട്. ഇനിയും കുറെ ക്യാരക്ടേഴ്സ് ഒക്കെ പുസ്തകത്തിൽ കുറച്ചുണ്ട്. പിന്നെ അവര് ഒരു പോയിന്റ് കഴിഞ്ഞപ്പോ അവര് പറഞ്ഞു മൈൽ സ്റ്റോൺസ് മാത്രമേ അവര്, കാരണം നടക്കണ കാര്യമല്ല ഒരു പുസ്തകം മൊത്തം എന്താ പറയുക. ഫസ്റ്റ് സീസൺസ് ഒക്കെ ആക്ച്വലി ഞാൻ വായിച്ചു വെച്ചിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്, ബുക്ക് വായിച്ചാൽ തന്നെ വരാൻ പറ്റുള്ളൂ. ഈ ലോർഡ് ഓഫ് ദി റിംഗ്സും അവർ ഇതുപോലെ സീരീസ് ആയിട്ട് എടുക്കാൻ പോവാണെന്ന് പറയുന്നുണ്ട്. ലോർഡ് ഓഫ് ദി റിംഗ്സിന്റെ എനിക്കറിയില്ല, വലിയൊരു ഫാൻ ബേസ് ഉള്ള ഫ്രാഞ്ചൈസി ആണ് ലോർഡ് ഓഫ് ദി റിംഗ്സ്. അതിന്റെ മൂവീസും ഐ ഫീൽ ലൈക്ക് ഞാൻ ലോർഡ് ഓഫ് ദി റിംഗ്സ് ബുക്ക് വായിച്ചിട്ടുള്ള ആളാണ്. അതുകൊണ്ട് തന്നെ അപ്പൊ എപ്പോഴും സീരീസ് തന്നെയാണ് ഇങ്ങനത്തെ ഒരു ബുക്കിന് ജസ്റ്റിഫൈ ചെയ്യാൻ എളുപ്പം മൂവി ചെയ്യണേക്കാളും. അതെന്തായാലും നമുക്ക് കാണാം. അങ്ങനെ നമ്മുടെ റൗണ്ട് ടേബിൾ ഡിസ്കഷൻ ഇന്ന് കഴിയാണ്. So that's it guys, that's the end of our discussion. പറഞ്ഞു പോകാനാണെങ്കിൽ ഇവിടെ ഒന്നും നിൽക്കുന്ന കാര്യങ്ങളല്ല, കാട് കയറി 2 മണിക്കൂർ 3 മണിക്കൂർ നമ്മൾ ഇവിടെ നിന്ന് സംസാരിക്കും. പക്ഷെ ഇവിടെ നമ്മൾ ഈ വീഡിയോ റാപ്പ് ചെയ്യാണ്. So if you like our channel, please subscribe to our channel and press the bell icon. Like, share and comment.